ഹായ് ഫ്രണ്ട്സ്, തലമുടി നരയ്ക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. അത് നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ കറുപ്പിച്ചെടുക്കുകയും അതേപോലെ തന്നെ അത് ഒരു മാസത്തിൽ കൂടുതൽ ആ കറുപ്പ് നിലനിൽക്കുകയും ചെയ്യുന്ന നല്ലൊരു ഹെയർ ഡൈയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ ജെല്ലാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ജൗവരിയാണ് കേട്ടോ. ജൗവരി ഞാൻ നല്ലതായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് സമയം ഒരു 5 മിനിറ്റോളം ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം 2-3 ടീസ്പൂണേ ഉള്ളൂ കേട്ടോ ഈ ജൗവരി. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ 1.5 ഗ്ലാസ് അളവിൽ വെള്ളം ഉണ്ടാവും. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ അത് ഡബിൾ സൈസിലായി മാറുകയും അതിൽ വെള്ളമൊക്കെ ഒന്ന് വെറ്റി കുറുകി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റവൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ഹെയർ ജെല്ലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് പേരക്കയുടെ ഇലയാണ് കേട്ടോ. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തുള്ള പേരക്കയുടെ ഇലയാണ്. ഒരുപാട് മൂത്ത് പോവാത്ത ഇല വേണം എടുക്കാനായിട്ട് കേട്ടോ. വേറെ ഇലയും കൂടി ചേർത്തിട്ട് നമ്മളിത് മിക്സി ജാറിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അറിയാനാവശ്യമായിട്ടുള്ള കുറച്ച് മതിട്ടോ, 2 ടീസ്പൂൺ അളവിൽ മാത്രം മതിയാവും. വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഈ ഒരു ഹെയർ ജെല്ല് നിങ്ങളുടെ മുടി സമൃദ്ധമായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി പൊട്ടിപ്പോകുന്നതൊക്കെ ഒഴിവാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ ജെല്ലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. നമ്മളത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ നമുക്കിത് സൂക്ഷിക്കാം. അതൊരു ആഴ്ച വരെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അരച്ചെടുക്കുന്ന ഇതുപോലെ ഒരു തുണിയിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് ഒട്ടും തരിയില്ലാണ്ട് അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ ഇതുപോലെ ഈ പിഴിയുന്ന സമയത്തുള്ള പോലെയല്ല, കുറച്ചും കൂടി സമയം കഴിയുമ്പോൾ തിക്കായിട്ട് വരുന്നതാണ്. നല്ല ജെല്ല് പോലെ തന്നെ ഉണ്ടാവും. ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമുക്ക് വേണ്ടത് മാത്രം എടുത്ത് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ മുടിയെ സ്ട്രോങ് ആക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ തലമുടിയിൽ നല്ല രീതിയിൽ എണ്ണ തേച്ചതിന് ശേഷം ഈ ജെല്ലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുളിക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ ചെയ്താൽ മതി. മുടി നല്ല കറുപ്പ് കളറാവുകയും ചെയ്യും. അതേപോലെ തന്നെ മുടി സമൃദ്ധമായിട്ട് വളരും കേട്ടോ. ആഴ്ചയിൽ നിങ്ങൾ ഒരു തവണ ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും. സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ ജെല്ലാണ്. ഇത് ചെയ്ത് നോക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന തരത്തിലുള്ള നല്ലൊരു ഹെയർ ജെല്ലാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. മുടി നമുക്ക് പെട്ടെന്ന് വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഹെയർ സെറമാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് വേണ്ടത് റോസ്മെരിയാണ് കേട്ടോ. റോസ്മെരി ഞാൻ ഏകദേശം ഒരു 3 ടീസ്പൂൺ അളവിൽ ഉണ്ട് ഈ റോസ്മെരി. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഞാൻ 2 സ്പൂൺ അളവിൽ ഉലുവ എടുക്കുന്നുണ്ട്. 2 സ്പൂൺ അളവിൽ ഉലുവ, അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സവാള, ഒരുപാട് സൈസ് വേണ്ട, ചെറിയൊരു സവാള എടുക്കുന്നുണ്ട്. ഇത്രയും അതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2-3 ദിവസത്തേക്കുള്ള സിറമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഒരു മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്ന സിറം നിങ്ങൾ തണുപ്പ് പോയതിന് ശേഷം മാത്രം ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സ്റ്റവിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് റോസ്മെരിയുടെ നല്ലൊരു സ്മെല്ല് വരും. പിന്നെ ആ വെള്ളത്തിന് നല്ല രീതിയിൽ കളറ് ചേഞ്ച് ആയി വരും കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് അത് നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഒന്ന് ഫിൽറ്റർ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു ബോട്ടിലേക്കാണ് മാറ്റുന്നത്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഞാനിത് മീഷോന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അതിൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലും ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മുടി ഉള്ളോട് കൂടിയിട്ട് പെട്ടെന്ന് വളരുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഹെയർ സെറമാണ്. ട്രൈ ചെയ്ത് നോക്കും. എത്ര നരച്ച മുടിയാണെന്നുണ്ടെങ്കിലും ഒറ്റ യൂസിൽ കൊണ്ട് തന്നെ മുടി കറുപ്പിച്ചെടുക്കാനായിട്ടുള്ള നല്ലൊരു ഹെയർ ഡൈ ആണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് പേരക്കയുടെ ഇലയാണ് കേട്ടോ. നല്ല തളിര് ഇല വേണം എടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാൻ മിക്സി ജാറിലിട്ട് കൊടുത്ത് ഒരല്പം നല്ല കട്ടിയുള്ള കട്ടൻ ചായ ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഒരു ഇരുമ്പിൻ്റെ കടായി എടുക്കുന്നുണ്ട്. ഇരുമ്പിൻ്റെ കടായി എടുക്കുന്ന സമയത്ത് ഒട്ടും എണ്ണമയം ഇല്ലാത്ത ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, എടുക്കുന്ന പാത്രത്തിൽ എണ്ണമയോ അഴുക്കോ ഉണ്ടാവരുതെന്ന് മാത്രം. എന്നിട്ട് ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ തുണി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള
കട്ടൻ ചായയും പേരയ്ക്കയും ചേർന്നുള്ള മിക്സാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ തുണിയിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ നീര് മാത്രമായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇതുപോലെ തുണിയിലിട്ട് അരിച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ തരിയില്ലാണ്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു വെള്ളത്തിലേക്ക് ഇനി നമുക്ക് മൈലാഞ്ചിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള പൊടി വേണം കേട്ടോ എടുക്കാനായിട്ട്. കെമിക്കലുള്ള ഒന്നും എടുക്കരുത്, മുടിയെ നമ്മൾ ഡാമേജ് ആക്കാനേ ഹെൽപ്പ് ചെയ്യുള്ളത്. അപ്പോൾ നല്ല വിശ്വാസമുള്ള ഒരു ബ്രാൻഡിൻ്റെ ഹെന്ന പൗഡർ എടുത്തിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മൈലാഞ്ചി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വെള്ളം കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കട്ടൻ ചായയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒട്ടും കട്ടയില്ലാണ്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഹെന്ന പൗഡർ വേണം കേട്ടോ ഈ ഹെയർ ഡൈന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്കതൊരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് കറുപ്പ് കളറായി കിട്ടും. ഒരു അയണിൻ്റെ കണ്ടൻ്റ് എല്ലാം ഈ ഒരു പാക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രം എടുക്കുന്നത് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഒരു 2-3 ആണി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേ എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഡൈ നല്ല രീതിയിൽ കറുപ്പ് കളറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പാകമായിട്ടുണ്ട്. എന്നാലും മുടി നല്ല രീതിയിൽ കറുപ്പായി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിൽ മറ്റൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തേണ്ടതുണ്ട്. അതിനായിട്ട് വേണ്ടത് നമുക്ക് നീലമരീൻ്റെ പൊടിയാണ്. നീലമരീൻ്റെ പൊടി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ തന്നെ നമുക്ക് മായം കലർന്നതെല്ലാം പൊടി വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ വാങ്ങിക്കേണ്ടതുണ്ട് കേട്ടോ. കെമിക്കലൊന്നുമില്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള നീലമരീൻ്റെ പൊടിയാണ് എടുക്കേണ്ടത്. അത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്ക ആളുകളും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകളെല്ലാം പലതും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടാത്തവരായിരിക്കും. അപ്പോൾ ഈ ഒരു ഡൈ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ്. കെമിക്കൽ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. റിസൾട്ടും 100% കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഇനി അല്പം തിക്കാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളം നരച്ച മുടിയുണ്ടോ അതെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പാക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മൾ മുടിയുടെ വേര് മുതൽ അതിൻ്റെ തുമ്പിൽ വരെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. ഈ ഒരു ഡൈ നമ്മൾ തലയിൽ തേക്കുന്നതിന് മുന്നേ തലമുടിയിൽ ഒട്ടും തന്നെ അഴുക്കില്ല, എണ്ണമയം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മളിത് തലയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഹെയറിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മുടി മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം ഒരുപാട് നരച്ച മുടിയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. മിനിമം 2 മണിക്കൂറെങ്കിലും നമ്മളിത് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വാഷ് ചെയ്ത് കളയാവൂ. വാഷ് ചെയ്യുന്ന സമയത്ത് അത് ഷാമ്പു ഒന്നും ഉപയോഗിക്കാണ്ട് വേണം വാഷ് ചെയ്യാനായിട്ട് കേട്ടോ. 2 മണിക്കൂറിന് ശേഷം കുളിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കറുപ്പ് കളറായി കിട്ടും കേട്ടോ. നിങ്ങൾ ആദ്യത്തെ തവണ മാത്രമാണ് ഞാൻ ഷാമ്പു ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത്. ഒരു 2-3 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് പിന്നെ ഷാമ്പു ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നാച്ചുറലായിട്ട് മുടി കറുപ്പിച്ചെടുക്കാൻ മറ്റൊരു രീതി നിങ്ങൾ തിരയേണ്ട. കെമിക്കൽ ഉപയോഗിക്കരുത്. ഇത്രയും നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും 100% റിസൾട്ട് കിട്ടുന്ന ഹെയർ ഡൈ ആണ്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.